determinant വന്നിട്ട് നമ്മൾ അല്ലേ രണ്ട് ആപ്ലിക്കേഷൻ പറഞ്ഞു. then one is the area of the triangle, right? And second one is the solution of a linear system of equations. That is, we use the Cramer's rule to find the to solve the system of linear equations. How do we solve it? By Cramer's rule. That is, when we have three are of the form a1x b plus b1y plus c1z equal to d1. Second one, a2x, that is, we have three equations in three unknowns. What are the unknowns? X, y, z are the unknowns. And solve the system of equations means we have to identify the value of the variables x, y, and z which satisfy these three equations. Okay. When all the right hand side constants d1, d2, d3 are 0, we say that the system is said to be homogeneous system of equations. Otherwise, if at least one of the di not equal to 0, then we say that the system will be non-homogeneous system of equations. Right? Hello? Is it clear? Hello? 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 ഹലോ, ഞാൻ പറഞ്ഞത് കേൾക്കാമോ? ഹലോ, അപ്പം നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. അല്ല, എനിക്ക് ഒരു സംശയമാണ്, നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഇല്ലയോ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പം ഞാൻ ഓരോ പ്രാവശ്യം ചോദിക്കും യെസ് ഓർ നോ, അറ്റ്ലീസ്റ്റ് ഓക്കെ ചോദിക്കുമ്പോഴെങ്കിലും യെസോ നോയോ എന്താ, അല്ലെങ്കിൽ ഇഫ് യു ഹാവ് എനി ഡൗട്ട് പ്ലീസ് ആസ്ക്. ഓക്കെ, റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ എനിക്ക് നമുക്ക് അറിഞ്ഞുകൂടല്ലോ, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഫേസ് ടു ഫേസ് അല്ലാത്തതുകൊണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളെ ക്രാമേഴ്സ് റൂൾ വെച്ച് എക്സ് വൈ സെഡ് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് നമ്മൾ നോക്കി. ഫസ്റ്റ് വി ഹാവ് ടു ടെസ്റ്റ് വെദർ ദ ഡിറ്റർമിനന്റ്, ദ ഗിവൺ coefficient determinant is this one, the coefficient of the variables a1, a2, a3, b1, b2, b3, c1, c2, c3 are the three different columns. That is the coefficient of the given variables. So that is the given determinant delta. ഹലോ, യു പ്ലീസ് നിങ്ങളുടെ മൈക്രോഫോൺ ഒന്ന് ഓഫ് ചെയ്യുക. ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ യു പ്ലീസ് പുട്ട് ഓൺ ദ മൈക്രോഫോൺ ആൻഡ് റെസ്പോണ്ട്. ഓക്കെ. ഹലോ 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 അപ്പം ഞാൻ വിളിക്കുമ്പോൾ നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. ഓക്കെ. ആരെങ്കിലുമൊക്കെ ഒന്ന് മാറി റെസ്പോണ്ട് ചെയ്യണം. ഓക്കെ. അപ്പം ദെൻ നമ്മൾ ഫസ്റ്റ് വി ഹാവ് ടു ചെക്ക് വെദർ ഡെൽറ്റ ഈക്വൽ ടു 0 ഓർ നോട്ട്. ഇഫ് ഡെൽറ്റ ഈസ് നോട്ട് ഈക്വൽ ടു 0, ദെൻ the first variable x equal to delta x is by the delta, where delta x is the determinant, where the first column is replaced by the right hand side constants. Similarly, for y equal to delta y by delta, where delta y is the determinant, where the second column is replaced by the right hand side constants, and z variable which is equal to delta c, or determinant means that is a numeric value. So delta z is a determinant, delta is another determinant. So delta z by delta, where delta z is the determinant obtained from delta by replacing the third column by the right hand side constants. That is what this method of solving a system of equation is known as the Cramer's rule. നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടാണ് പോയിരുന്നത്. ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റിയിരുന്നോ? പ്രോബ്ലം ചെയ്തിരുന്നോ? ഓക്കെ. അപ്പൊ അതിന്റെ ആൻസർ എത്ര കിട്ടി? ഡെൽറ്റ എക്സ്, ഡെൽറ്റ വൈ, ഡെൽറ്റ ഇസഡ്. സോ ഡെൽറ്റ എക്സ് ഈക്വൽ ടു -20 ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് ഈക്വൽ ടു 1, വൈ ഈക്വൽ ടു 1, ഇസഡ് ഈക്വൽ ടു 1. കിട്ടിയോ? ഹലോ, കിട്ടിയിരുന്നോ? അതിന്റെ ആൻസർ കിട്ടിയിരുന്നോ? ആൻസറിൽ എത്തിയില്ലേ? ഡെൽറ്റ ഇത് കട്ടായി പോയായിരുന്നു, അന്നേരം റേഞ്ച് കട്ടായി പോയായിരുന്നു, ക്ലാസ് ആ റേഞ്ച് ലെഫ്റ്റ് ആയി പോയായിരുന്നു. അതെ, പക്ഷെ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ ഇല്ലേ? അപ്പൊ ഞാൻ അത് ചെയ്യാൻ പറ്റിയില്ലേ? ഈ ഡെൽറ്റ
ഡെൽറ്റ ഈക്വൽ ടു 20, അത് നമ്മൾ ഡിറ്റർമിന്റ് വാല്യൂ കണ്ടുപിടിച്ചാൽ മതി ഉണ്ടായിരുന്നല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ, എനിവൺ ആരെങ്കിലും ചെയ്തിരുന്നോ? ഹലോ, ആരെങ്കിലും ചെയ്തിരുന്നോ? ഹലോ ഹലോ, പവിത്ര ചെയ്തിരുന്നോ? ലക്ഷ്മി, ആ പ്രോബ്ലം ചെയ്യാൻ പറ്റിയിരുന്നോ? കുട്ടികൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല ആവോ? പവിത്ര, ഹലോ പവിത്ര, കേൾക്കാൻ പറ്റുന്നുണ്ടോ? പവിത്ര, ക്യാൻ യു ഹിയർ മീ? നോ റെസ്പോൺസ്. വാട്ട് അബൌട്ട് ലക്ഷ്മി? ഹലോ ഹലോ ലക്ഷ്മി, ഇവരൊക്കെ ഉണ്ടോ? പിള്ളേരെ എന്താണ് പ്രശ്നം? വാട്ട് ഈസ് ദ പ്രോബ്ലം? ജേക്കബ്, ഈ മറ്റു കുട്ടികൾ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ? ഹലോ ജേക്കബ്, പറഞ്ഞോളൂ. മറ്റു കുട്ടികൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ? ഈ കുട്ടികളെ റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ. അവർക്ക് കേൾക്കാൻ പറ്റാഞ്ഞിട്ടാണോ? ഒരാൾ പോയി. അടുത്ത ലക്ഷ്മി ഉണ്ട്. ലക്ഷ്മി, കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ട് മാം, കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ ഓക്കെ, നിങ്ങൾ പ്ലീസ് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക. ഞാൻ ഓരോന്ന് ചോദിക്കുമ്പോഴും നിങ്ങളൊന്ന് പറയണം ആൻസർ, കേട്ടോ. അപ്പൊ കഴിഞ്ഞ ദിവസത്തെ പ്രോബ്ലം ചെയ്യാൻ പറ്റിയിരുന്നോ? ജസ്റ്റ് നോക്കിയതേ ഉള്ളൂ മാം, ടൈം ഇല്ലായിരുന്നു, അതുകൊണ്ടാണ്. നമ്മൾ ടൈം ഉണ്ടാക്കി വരണം, നിങ്ങൾ ചെയ്യണം കേട്ടോ. കാരണം ചോദിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യമാണ് കേട്ടോ. അപ്പൊ എന്നാ ഒരു കാര്യം ചെയ്യാം, എന്നാ ഈ ഡിറ്റർമിന്റെ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്തെടുത്തേ. നമ്മൾ ചെയ്തോണ്ടിരുന്ന പ്രോബ്ലം ഇല്ലേ, വരണം, ഞാൻ ചെയ്തിട്ട് വരണമെന്ന് പറഞ്ഞേ. ഹലോ, കേൾക്കുന്നുണ്ട് മാം, ചെയ്തേ വേന്ന്. ഹലോ ജേക്കബ്, ഡെൽറ്റ വാല്യൂ ഒക്കെ കിട്ടിയോ? ഐ തിങ്ക് ഇന്ന് വന്നൊരാൾ അൻവർ, ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഹലോ ഹലോ അൻവർ, ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഞാൻ പുറത്തായിരുന്നു. ആണോ? അപ്പൊ നമ്മൾ കുറച്ചുകൂടി സീരിയസ് ആയിട്ടൊന്ന് ഇഫക്റ്റീവ് ആയിട്ടൊന്ന് അറ്റൻഡ് ചെയ്യാൻ. അതെ, ഞാൻ റിമൈൻഡർ വെക്കാൻ മറന്നുപോയിരുന്നു ക്ലാസിന്റെ കാര്യമേ. ഓക്കെ, അത് വെക്കുകയും ചെയ്യണം. ഞാൻ പറഞ്ഞത് കുറച്ചുകൂടി ഇഫക്റ്റീവ് ആയിട്ട് അറ്റൻഡ് ചെയ്യണം, എങ്കിലും നമ്മൾ ഈ പറഞ്ഞ പോലെയല്ല, നമുക്ക് ഇനി ഒരു അബദ്ധം പറ്റരുത്. ഓക്കെ 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 കേട്ടോ, കുറച്ച് സീരിയസ് ആയിട്ട് ഇരുന്ന്. അതായത് നിങ്ങൾക്ക് എക്സാം എന്നാ കുട്ടികളെ, ഏത് മാസം? നെക്സ്റ്റ് മന്ത്, ജൂണില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി 1 മന്തേ ഉള്ളൂ, ഏപ്രിൽ അങ്ങ് തീരുന്നു. അപ്പൊ നിങ്ങൾ ഈ മന്ത് എങ്കിലും നമ്മൾ നമ്മുടെ ജോലി കാര്യങ്ങളുണ്ട്, നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്, അതിന്റെ ഇടയ്ക്കാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അല്ലേ? അപ്പൊ നമ്മളിത് വേറെ ആർക്കും വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടി ചെയ്യുന്ന. അപ്പൊ ആ ഒരു സീരിയസ്നെസ് ഉണ്ടാവും എനിക്കറിയാം. പക്ഷേ നമ്മൾ ബാക്കി എല്ലാ ഒഫീഷ്യൽ കാര്യങ്ങളും നമുക്ക് മാറ്റിവെക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഉത്തരവാദിത്തങ്ങളൊന്നും നമുക്ക് മാറ്റിവെക്കാൻ പറ്റത്തില്ല. ബാക്കി നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റിവെക്കാവോ അതെല്ലാം മാറ്റിവെച്ച് 1 മന്ത് പരീക്ഷ വരെ ഇത് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. കാരണം നമ്മൾ നേടിയെടുക്കാനായിട്ട് ഇറങ്ങിയതാണ് അല്ലേ? അപ്പൊ നമ്മൾ രണ്ടും കൽപ്പിച്ചിറങ്ങുക കേട്ടോ. പിന്നെ നിങ്ങൾക്കൊരു ഇത് നിങ്ങൾക്ക് തനിയെ ചെയ്യാന്നേ ഉള്ളൂ. നിങ്ങൾക്ക് സിലബസ് അത്ര വലിയ ടഫ് ഒന്നുമല്ല. ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ. രണ്ടാമത് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ വളരെ സിമ്പിൾ ആയിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടംപോലെ എക്സാമ്പിൾസ് ഉണ്ട്, അതെല്ലാം വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. എക്സസൈസിന് അതിന്റെ ആൻസർ തന്നിട്ടുണ്ട്. അപ്പം നിങ്ങളെ സംബന്ധിച്ചോളം ഇത് നിങ്ങൾക്ക് തനിയെ ഇത് ഫോളോ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല.
ബട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ തനിയെ നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ ഇത് നിങ്ങൾ സ്കൂളിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഹയർ സെക്കൻഡറി ലെവലിൽ പഠിച്ചതിനേക്കാളും കൂടുതലായിട്ട് വളരെ ചെറിയൊരു പാർട്ടേ ഉള്ളൂ. ബാക്കി മുഴുവൻ നമ്മൾ ഹയർ സെക്കൻഡറി ലെവലിൽ പഠിച്ചതുമാണ്. പക്ഷെ നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിലൊരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറിയിൽ ഇത് കിടക്കും, നമ്മുടെ ഡിസ്കഷൻ ആവും, ക്ലാസ്സിൽ അറ്റ്ലീസ്റ്റ് ഒരു പ്രോബ്ലം എങ്കിലും ചെയ്യും. നിങ്ങൾ ഒരു യൂണിറ്റിന് വേണ്ടി നിങ്ങൾ 1 or 2 hours സ്പെൻഡ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു 20 minutes കൊണ്ട് നിങ്ങൾക്ക് ഇത് ഓവർകം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും പരീക്ഷാ സമയമാകുമ്പോൾ. മനസ്സിലായോ? അതാണ് നിങ്ങൾക്ക് വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കേൾക്കും, ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യുക, കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുക, കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി വലിയ ഡിഫിക്കൽട്ടി ഇല്ലാതെ, എസ്പെഷ്യലി ഞാൻ കഴിഞ്ഞ ആഴ്ചയും ഞാൻ പറഞ്ഞിരുന്നു, കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, മാത്തമാറ്റിക്സിൻ്റെ ക്ലാസ് നിങ്ങൾ കൂടുതൽ അറ്റൻഡ് ചെയ്യുക, മാത്തമാറ്റിക്സിന് വേണ്ടി കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാക്കി സബ്ജക്റ്റുകൾ നമുക്ക് പഠിക്കാനായിട്ട് വളരെ ഈസി ആയിരിക്കും, വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അതാണ് വേറെ ഒരു വലിയ അഡ്വാൻറ്റേജ്. മാത്തമാറ്റിക്സ് നമ്മൾ പ്രാക്ടീസ് ചെയ്താലുള്ളൊരു അഡ്വാൻറ്റേജ്. നമ്മുടെ ബ്രെയിൻ ലോജിക്കൽ പാർട്ടുകളൊക്കെ നല്ലോണം ആക്റ്റീവ് ആവും. നമുക്ക് വളരെ ഈസി ആയിട്ട് മറ്റ് സബ്ജക്റ്റുകൾ കുറച്ച് ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് പഠിച്ചു പോകാനും പറ്റും. അപ്പം ആ ഒരു കാര്യം മറന്നു പോകരുത്. ഇതിനു വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് എപ്പോഴും ഗുണമേ ഉണ്ടാവത്തുള്ളൂ. അത് നമ്മൾ നല്ല കാര്യത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന എപ്പോഴും നമുക്കത് നല്ല റിസൾട്ട് തന്നെ ആയിരിക്കും, ബട്ട് എസ്പെഷ്യലി ഫോർ മാത്തമാറ്റിക്സ്. പക്ഷെ നമ്മളിത് കാണുമ്പോൾ നമുക്കറിയാം ഇത് ഡെൽറ്റ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും എന്ന് നമ്മൾ വിചാരിക്കും. അങ്ങനെ ഒരു കാരണവശാലും വിചാരിക്കരുത്. മാത്തമാറ്റിക്സിന്റെ പ്രശ്നം നമ്മൾ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കിയാൽ അപ്പം നമുക്കറിയാം ഇത് വരുന്ന ഡിഫിക്കൽട്ടി. നമ്മൾ ചില പ്രാവശ്യം ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്യുമ്പോൾ സം എറേഴ്സ് മേ ബി ദെയർ, ബട്ട് യു ഷുഡ് കറക്റ്റ് ഇറ്റ് ബൈ യുവർ സെൽഫ്. ഓക്കെ. പിന്നെ നമുക്ക് ആ മിസ്റ്റേക്ക് ജീവിതത്തിൽ തന്നെയല്ല, നമ്മളൊരു കാര്യം മനസ്സിലാക്കി ഒന്ന് തനിയെ നമ്മൾ ചെയ്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും നമ്മുടെ മെമ്മറി റിഫ്രഷ് ചെയ്ത് കിടന്നില്ല പോലും ഒരു 10 years കഴിഞ്ഞാൽ പോലും ഒരു 10 minute 15 minute എടുത്ത് നോക്കിയാൽ നമുക്ക് തിരിച്ചു കിട്ടും. ആ ഒരു രീതിയിൽ പഠിച്ചു പോകണം. ഓക്കെ. അല്ലാതെ ഇത് പഠിച്ചുകൊണ്ട് നമുക്ക് IT-യിൽ, കാരണം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഡയറക്റ്റ്ലി ഇല്ല എന്ന് വിചാരിക്കരുത്. ഡെൽറ്റയുടെ വാല്യൂ കിട്ടിയോ? -20 കിട്ടിയ പിള്ളേരെ? ഈ ടെക്സ്റ്റിൽ ചെയ്യുന്ന പോലെ നിങ്ങൾ മറ്റേ റോയും കോളും ഒക്കെ ചെയ്ത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഡയറക്റ്റ്ലി അങ്ങ് ചെയ്തു പോയാൽ മതി കേട്ടോ. ഫസ്റ്റ് കോളം കൊണ്ടോ ഫസ്റ്റ് റോ കൊണ്ടോ എക്സ്പാൻഡ് ചെയ്യുക. ഓക്കെ. ഡെൽറ്റ ഇനി ഡെൽറ്റ എക്സ് ചെയ്ത് ഡെൽറ്റ നോട്ട് ഈക്വൽ ടു 0 വന്നു അല്ലേ? ഡെൽറ്റ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ ഡെൽറ്റ എക്സും ഡെൽറ്റ വൈയും ഡെൽറ്റ ഇസഡും കണ്ടുപിടിച്ചാൽ മതി. ഡെൽറ്റ ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യാം, കാരണം നമുക്ക് 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? നമ്മുടെ എക്സ് ഈക്വൽ ടു നമ്മുടെ വേരിയബിൾ, ഫസ്റ്റ് വേരിയബിൾ എക്സ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റയാണ് അല്ലേ? അപ്പൊ നമുക്ക് 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ആൻസർ കിട്ടുമ്പോൾ പറയണം കേട്ടോ. ജേക്കബ് എവിടം വരെ എത്തി? കിട്ടിയോ?
ഹലോ, ഡെൽറ്റ എക്സ് കിട്ടിയോ? വൺ ആണോ മാം? ഡെൽറ്റ എക്സോ? -20 ഡിവൈഡഡ് ബൈ എക്സിന്റെ വാല്യൂ ആണോ 1 എന്ന് ചോദിച്ചേ? ആ എക്സ് 1 ആണ്. ഡെൽറ്റ Okay. എക്സ് -20 തന്നെയല്ലേ കിട്ടിയത്? -20. ഓക്കെ, നൗ ഫൈൻഡ് ഔട്ട് ഡെൽറ്റ വൈ. ഹലോ, എന്തായി? ഡെൽറ്റ വൈ കിട്ടിയോ?
ഹലോ, ഡെൽറ്റ വൈ കിട്ടിയോ? ഹലോ, ഡെൽറ്റ വൈ കംപ്ലീറ്റ് ആക്കിയായിരുന്നോ? ഹലോ, -20 തന്നെയാണോ മാം? -20 തന്നെയാണ് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ y = 1 കിട്ടും അല്ലേ? ആ. y 1 കിട്ടും. Now come to delta z. What about others? Jacob, കിട്ടുന്നുണ്ടോ? ചെയ്തോണ്ടിരിക്കുക. സെക്കൻഡ് സ്റ്റെപ്പ് ഡെൽറ്റ വൈ കിട്ടിയോ? അത് കിട്ടി. ഇനി ഡെൽറ്റ z. ഓക്കെ. വാട്ട് അബൌട്ട് ലക്ഷ്മി? ലക്ഷ്മി കിട്ടുന്നുണ്ടോ? ഹലോ, ലക്ഷ്മി സുരേഷ്. No response.
കിട്ടിയോ? മാഡം കിട്ടി. അത് ഡെൽറ്റ ഇസഡും -20 കിട്ടി. ആൻഡ് യു ഗോട്ട് x equal to 1, y equal to 1, z equal to 1. Right? ഓക്കെ. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കണം. സോൾവ് ദ ഫോളോയിങ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ യൂസിങ് ക്രാമേഴ്സ് റൂൾ. അപ്പൊ നമ്മൾ അവസാനം ആൻസർ എഴുതി വെക്കണം. x equal to 1, y equal to 1 and z equal to 1. ഓക്കെ. ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് ഇതിന്റെ വേരിയബിൾസിന്റെ വാല്യൂ ഐഡന്റിഫൈ എന്നുള്ളതാണ്. ഓക്കെ. ഹലോ, ഹലോ, മുന്നോട്ട് പോവാം, മുന്നോട്ട് പോവാം. ഓക്കെ. ഇനി നമ്മൾ പറഞ്ഞു d1 d2 d3 0 ആണെങ്കിൽ നമുക്ക് ഹോമോജനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആണ് കിട്ടുന്നത്. അവിടെ നമുക്ക് x ഈക്വൽ, ഈ റൈറ്റ് സൈഡ് 0 ആണെങ്കിൽ ഡെഫിനറ്റ്ലി വി ക്യാൻ സേ ദാറ്റ് x equal to 0, y equal to 0, z equal to 0 will satisfy all these three equations, right? So x equal to 0, y equal to 0 and z equal to 0 is the trivial solution of the homogeneous system of equations. Okay. Okay. Is it clear? Okay. അപ്പോൾ നമ്മൾ പറഞ്ഞു സിസ്റ്റത്തിന് homogeneous system of equations will be consistent. That means if it has a solution, we say that system will be consistent. And if there is no solution exists for the given equation, we say that system will be inconsistent. അല്ലേ? അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം homogeneous system of equations, അതായത് right hand side constants are 0 ആണെങ്കിൽ they are the homogeneous system of equations. Then that is the homogeneous system of equations are always consistent. Okay, is it clear? എന്തുകൊണ്ടാണ് x equal to y, x equal to y equal to z equal to 0 is the trivial solution. അതിന്റെ സൊല്യൂഷൻ എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. കാരണം റൈറ്റ് സൈഡ് 0 ആയതുകൊണ്ട് നമുക്കറിയാം വേരിയബിൾസിന്റെ വാല്യൂ 0 പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യും. ഇസ് ഇറ്റ് ക്ലിയർ? ഹലോ, ക്ലിയർ ആയോ? ഇനി ഇതിന്റെ ഒരു സൊല്യൂഷനിലോട്ട് ഞാനിപ്പോ ഇതിന്റെ ഒരു എക്സാമ്പിൾ നമ്മൾ ഇപ്പൊ ചെയ്യുന്നില്ല. കാരണം എന്ന് ചോദിച്ചാൽ നമ്മൾ മെട്രിക്സിലോട്ട് വരുമ്പോൾ ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾ അതനുസരിച്ച് ബാക്കിലോട്ട് വരും, കിട്ടുന്നതേ ഉള്ളൂ ഈ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് വരുന്നത്. ഓക്കെ, ഇത് ഇപ്പൊ ചെയ്ത് നമ്മൾ സമയം കളയണ്ട, നമുക്ക് അടുത്തതിലോട്ട് വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ എക്സസൈസിലെ പ്രോബ്ലംസ് എല്ലാം ചെയ്ത് നോക്കുക. അതിന്റെ ആൻസർ തന്നിട്ടുണ്ട്, ആ ആൻസർ ചെക്ക് ചെയ്ത് നോക്കണം ചെയ്തിട്ട്. ഓക്കെ, അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, പക്ഷെ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും ഓരോ ദിവസം ചെയ്ത് നോക്കുക. ഓക്കെ, ഹലോ, ചെയ്യണം കേട്ടോ, ചെയ്ത് നമ്മൾ നോക്കണമെങ്കിൽ നമുക്ക് തറവത്തുള്ളൂ. നമ്മുടെ മെമ്മറിയിൽ നിന്ന് അങ്ങ് പോകും. നമ്മൾ ചെയ്യാമെന്ന് നമ്മൾ ശരിക്കും വായിച്ചു നോക്കാൻ നമുക്ക് ചെയ്യാമെന്ന് നമുക്ക് തോന്നും, പക്ഷെ നമ്മൾ ചെയ്ത് വരുമ്പോഴാണ് മനസ്സിലാവുന്നേ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത്. ഓക്കെ, നൗ കം ടു സെക്കൻഡ് യൂണിറ്റ്. നമ്മൾ ഇത്രയും ഞാനിങ്ങനെ പോകുന്ന വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, നമ്മൾ ഓരോ എക്സാമ്പിൾ മാത്രം ചെയ്തു പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 4 യൂണിറ്റ് ഉണ്ട് അല്ലേ, നമ്മുടെ പോർഷൻ തീരത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പോകുന്നത് കേട്ടോ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ഉള്ളൂ. ഓക്കെ, ഹലോ ഹലോ. Okay. Now come to matrices. In unit 1 we learn about matrices. Matrices play a central role in mathematics in general, algebra. Okay, a matrix is a rectangular array of numbers. There are many situations in mathematics and science which deal with the rectangular array. For example, see the following table: vitamin contents of 3 food items in conveniently chosen units. That is, we have 3 food items, are 3 categories of food are there: food 1, food 2, food 3. ഓരോന്നിനുമുള്ള വൈറ്റമിൻ കണ്ടന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് വൈറ്റമിൻ എ, ഫുഡ് 1 വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി. Similarly for food 2, food 3 also. See, that can be expressed as the rectangular array of numbers. See, ഇതിനെ നമ്മൾ ഡിറ്റർമിൻ്റെ അകത്താണെങ്കിൽ നമ്മൾ എങ്ങനെയായിരുന്നു ഡിറ്റർമിനെ നമ്മൾ നൊട്ടേറ്റ് ചെയ്തിരുന്നത്? സ്ട്രെയിറ്റ് ലൈൻ കൊണ്ടാണ്. പക്ഷെ മെട്രിക്സ് ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് അല്ലേ, ഇങ്ങനെ ഒരു ബ്രാക്കറ്റിൽ പോലെയാണ് മെട്രിക്സിനെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഈസ് ഇറ്റ് ക്ലിയർ?
Okay. The above arrangement of numbers, ഇവിടെ നമ്മൾ പറയുന്നത് matrix of order 3/3. അതായത് number of 3/3 എന്ന് പറയുന്നത് ഏതാ? Number of rows and columns. First number stands for number of rows and second number stands for number of columns. Right? Okay. Now come to, okay. A m by n matrix A is a rectangular array of mn real numbers arranged in m horizontal rows and n vertical columns. Generally, നമ്മൾ ഒരു മെട്രിക്സിനെ m by a matrix is usually matrix is denoted by the capital letters ABC, and in the suffix we write it as a matrix m. A is a matrix of order m by n. Okay. This is read as m by n, where m is the number of rows and n is the number of columns. Right? Clear alle? Clear ആണ് മാം. Okay. ഇനി ആ നമ്പർ ഓഫ് റോസ് നമ്മുടെ ഏതാണ്? നമുക്ക് m നമ്പർ ഓഫ് റോസ് ഉണ്ട്. അതാണ് ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ, mth റോ. ദെൻ നമ്പർ ഓഫ് കോളംസ് n ആണ്. സോ നമ്മുടെ ഫസ്റ്റ് റോ എന്ന് പറയുന്നത് എങ്ങനെ? A11, A12 to A1j, അതായത് jth കോളം. That is, in general, നമ്മളൊരു എലിമെന്റിനെ ഡിനോട്ട് ചെയ്യുന്ന സ്മോൾ ലെറ്റേഴ്സ് കൊണ്ടാണ്. ദാറ്റ് ഈസ് AIJ. മെട്രിക്സിനെ ഇങ്ങനെ നമ്മൾ ഡിനോട്ട് ചെയ്യും, AIJ. These are the elements. And I varies from, AIJ is of order m by n, and I varies from 1 to m. I first letter stands for the column, row number 1 to m. And second, J stands for the column numbers 1 to n. Right? Is it clear? Hello? Clear ആണ് മാം. Okay. അപ്പോൾ നമ്മൾ A52 എന്ന് പറയുന്ന ഒരു എലമെന്റ് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? That is an element from the matrix A, where A52 is the element of the fifth row and the second column. Right? Is it clear? Hello? Okay, ma'am. Okay. That is, each element Aij of the matrix has two indices, the row index I and the column index J. ഇത് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെ. Okay. The dimension or order of the matrix is determined by the number of rows and columns of the matrix. That is, matrix has m rows and n columns, and written by this, and we read it by m by n. Okay. Now this is a 2 by 2 matrix. This is a 2 by 3 matrix. That is, we have 2 rows and 3 columns. That is, ഇവിടെ സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും, അല്ലെങ്കിൽ m equal to n ആയിരിക്കണം, നമുക്കൊരു നിർബന്ധമില്ല. മെട്രിക്സ് m equal to n ആണെങ്കിൽ നമ്മൾ അതിനെ സ്ക്വയർ മെട്രിക്സ് എന്ന് പറയും, അല്ലേ? Now let us see different types of matrices. Okay, പോട്ടെ മുന്നോട്ട്. Okay, ma'am. Okay. One is the square matrix. A square matrix is the one in which the number of rows equal to the number of columns. That is, when m equal to n, we say that is a square matrix. That is, this is a matrix of order 2. അതായത് matrix of order A is of order n എന്ന് നമ്മൾ എഴുതി കഴിഞ്ഞാൽ അതിന്റെ മീനിങ്, this is a square matrix of order n by n. Okay, and this is a matrix of order 3 by 3, and this is a matrix of order 4 by 4. Okay, we say that this is a matrix of order 4, matrix of order 3. This is a matrix, A is a matrix of order 2. Now come to the another matrix, diagonal matrix. A square matrix A of order n by n, for which all Aij equal to 0, for I not equal to j is called a diagonal matrix. That is, see, only diagonal elements are present. All other Aij's are equal to 0. Okay. Is it clear? Yes, ma'am. All the elements except the diagonal elements. And
and this one is called this is called the main diagonal element. Okay, now come to the scalar matrix. A diagonal matrix in which all the terms of on the main diagonal are equal. It is called a scalar matrix. That is, this is a diagonal matrix for which all the diagonal elements are equal. Okay. Okay. Now come to the unit matrix or identity matrix. That is also a scalar matrix where the diagonal elements are unity. Okay. A scalar matrix is said to be unit identity matrix if all elements except the diagonal elements are 0 and all the diagonal elements will be equal to 1 and is denoted by capital I. Okay, this is the identity matrix. I3 means this is I1. It has only one element. I2 means 2 by 2 matrix, diagonal elements are 1. I3 means this is a 3 by 3 matrix and the diagonal elements are 1. Is it clear? Yes, sir. Okay. Now come to the row and column matrix. That means a matrix with exactly one row is called the row matrix and the matrix with one column is called the column matrix. Okay, now come to the zero matrix or the null matrix. A matrix is called a zero matrix when all the elements are 0. Okay. Now come to the equality of matrices. Okay, clear ആയില്ലേ? Is it clear? Clear ആണ് ma'am. Okay, okay. Now come to equality of matrices. എപ്പോഴും നമ്മൾ equality matrices equal എന്ന് പറഞ്ഞാൽ A and B are two matrices. They are said to be equal. First thing, അതിന്റെ order same ആയിരിക്കണം. A is an M by N matrix, B is an R by S matrix. They are equal. First thing, M equal to R. And the columns are equal ആയിരിക്കണം. N equal to S ആയിരിക്കണം. Okay, right? And all the corresponding elements should be Aij should be equal to Bij. അല്ലേ? എങ്കിലും നമ്മൾ ഈക്വൽ ആണെന്ന് പറയാൻ നമുക്ക് പറ്റത്തുള്ളൂ. Is it clear? Hello? Yes, ma'am. Clear. Okay. Now see one example. Let A and B be two matrices where A is given by x plus 2 first element. This is second element 3y minus 7. Okay, this is a column matrix, right? It has 2 rows and 1 column. And B is also another matrix. The first element is 4 minus y. The second element is x minus 3. Okay, this is also a column matrix. It has 2 rows and 1 column. Okay, both the matrices are of the same order. That is, this is a 2 by 1 matrix and this is also a 2 by 1 matrix. And we are asked to find the values of x and y for which, see, the property is that A equal to B. Hello? Is it clear? ഒന്നുകൂടെ പറയാം. Okay, question okay. Let A and B be two matrices given by A is a column matrix, B is also another column matrix. Find x and y so that A equal to B. നമ്മളോട് ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ എന്താണ്? ഇവിടെ നമുക്ക് ഈ മെട്രിക്സിൻ്റെ അകത്ത് ഫസ്റ്റ് എലിമെന്റ് എക്സ് പ്ലസ് വൈ എന്നാണ് ഇൻ ടേംസ് ഓഫ് എക്സിലും വൈയിലും ഒക്കെ തന്നിരിക്കുന്നത്. വേരിയബിളിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എലിമെന്റ്സ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എക്സും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കണം. സോ ദാറ്റ് എ ഈക്വൽ ടു ബി. മെട്രിസസ് ആർ, അതായത് ദീസ് ടു മെട്രിസസ് ആർ ഈക്വൽ. ദീസ് ടു മെട്രിസസ് ആർ ഈക്വൽ എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ കോളം അതിന്റെ ഓർഡർ സെയിം ആയിരിക്കും ആൻഡ് അറ്റ് ദ സെയിം ടൈം കറസ്പോണ്ടിങ് എലിമെന്റ്സ് ആർ ഈക്വൽ. ദാറ്റ് മീൻസ് എക്സ് പ്ലസ് 2 ഈക്വൽ ടു 4 മൈനസ് വൈ അല്ലേ? And the second element 3y minus 7 equal to x minus 3 ആയിരിക്കും. അതാണ് അതിന്റെ പ്രോപ്പർട്ടി. When it is said that A equal to B, the corresponding elements are equal, right? അല്ലേ? Okay. ക്ലിയർ ആയോ? സോ എങ്ങനെ നമ്മൾ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു നോക്കിയേ. By definition of the equality of the matrices, we have x plus 2 equal to 4 minus y and 3y minus 7 equal to x minus 3. Okay. Okay. അപ്പോൾ ഈ ഫസ്റ്റ് ഇക്വേഷനകത്ത് നിന്ന് നമുക്ക് y യെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരുമ്പോൾ x plus y equal to
4 minus 2. That is, we get one equation, x plus y equal to 4 minus 2. And second equation, x minus 3 equal to 3y minus y. So, x, y left side lot kondruva. So, x minus y equal to x minus y equal to e 3a right side lot konduvanam. Alle? Is it clear? X minus 3 equal to 3y minus 7. അല്ലേ? വൈയെ നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരുമ്പോൾ എക്സ് മൈനസ് 3y ഈക്വൽ ടു ഈ മൈനസ് 3യെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവരുമ്പോഴോ എന്താകും? മൈനസ് 7 പ്ലസ് 3. റൈറ്റ്? സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു മൈനസ് 4. ഈസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. ഇനി സോൾവിങ് ദീസ് ടു, ഇതിനെ രണ്ടിനെയും കൂടെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ദ വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ. എങ്ങനെ നമ്മൾ സോൾവ് ചെയ്യുന്നത്? ഇവിടെ സോൾവ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഫസ്റ്റ് ഇക്വേഷൻ, ദിസ് ഈസ് കോൾ ഇറ്റ് ആസ് ഇക്വേഷൻ 1 ആൻഡ് കോൾ ഇറ്റ് ആസ് ഇക്വേഷൻ 2. 1 minus 2 gives you get y. കാരണം എക്സിന്റെ കോയിഫിഷ്യന്റ് സെയിം ആണ്. കോയിഫിഷ്യന്റ് സെയിം അല്ലെങ്കിൽ നമ്മൾ കോയിഫിഷ്യന്റ് സെയിം ആക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്, അല്ലേ? നമ്മൾ സാധാരണ സ്കൂളിൽ ചെയ്ത് എങ്ങനെയാണ് രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ഹലോ? ഓക്കെ മാം. അപ്പൊ ഒന്ന് ചെയ്തേ, ഒന്ന് സോൾവ് ചെയ്തേത്. കിട്ടിയോ? ചെയ്യുവാണ് മാം. ഓക്കെ.
എന്തായി കിട്ടിയോ? ഹലോ, എക്സുമായി സോൾവ് ചെയ്താൽ പോരെ? മതി. x = 1/2, y = 3/2. ഓക്കെ, കിട്ടിയില്ലേ? കിട്ടിയത്. ഓക്കെ, പോ മുന്നോട്ട്. ഓക്കെ പോട്ടെ. ഹലോ. ഓക്കെ മാം. ഓക്കെ, നൗ കം ടു ദ ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ലേ? നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. എങ്കിൽ നമ്മളൊന്ന് റിഫ്രഷ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. നൗ കം ടു ദ ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. എങ്ങനെയാണ് ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when the rows and columns are interchanged, അല്ലേ, we get a new matrix that is called the transpose of a matrix. Let A is an m by n matrix. The transpose of A is denoted by A transpose, A prime or A transpose. ഇങ്ങനെ എഴുതും, അല്ലെങ്കിൽ A transpose. Okay, A transpose, isn't it? The transpose of a matrix by definition which is obtained by interchanging its rows and columns. That is, if A is a matrix of this order, that is, this is a 2/3 matrix, then first row will become the first column, second row will become the second column, right? That is how we identify the transpose. That is, A is of order m by n, then A transpose is of order എന്തായിരിക്കും? A prime or A transpose is of order എന്തായിരിക്കും പിള്ളേരെ? n by m. Rows and columns will be interchanging, right? Is it clear? യെസ് മാം. Okay. Now come to the മറ്റേ എന്ത് നമ്മുടെ ഒരു ഫീമെയിൽ സൗണ്ട് ഉണ്ടായിരുന്നു, കേൾക്കുന്നില്ലല്ലോ. ഹലോ, ഒന്ന് മാം കേൾക്കുന്നുണ്ട്. ലക്ഷ്മി. ഓക്കെ, ഒന്ന് റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. അപ്പം രണ്ടുപേരൊക്കെ ചെയ്തെന്ന് കാണുമ്പോൾ ഞാൻ അങ്ങ് മുന്നോട്ട് പോകും. ഓക്കെ, now come to symmetric and skew symmetric matrix. എന്താ പിള്ളേരെ? Symmetrics, a matrix, a square matrix, A is of order n by n is said to be symmetric if A transpose equal to A. A transpose എന്ന് പറഞ്ഞാൽ എന്താണ്? Interchanging the rows and columns, we get the transpose. If A and A transpose are equal, we say that that matrix is a symmetric matrix. And if A transpose A equal to minus A transpose or A transpose equal to minus A, both are same, we say that A is a skew symmetric matrix. Okay. Hello, is it clear? Okay. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. Now come to the operations on matrices. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ആയിട്ട് സ്റ്റഡി മെറ്റീരിയൽസിലുള്ള പ്രോബ്ലംസ് അല്ലേ? സ്റ്റഡി മെറ്റീരിയൽസ് ഉള്ളത് തന്നെ. അത് തന്നെ ഞാൻ ഫോളോ ചെയ്യുന്നത്. അതാണ് നമ്മൾ ഈ കാണുന്നത്. നിങ്ങൾ ഈ കാണുന്ന സ്റ്റഡി മെറ്റീരിയൽ തന്നെയാണ് നിങ്ങളുടെ. ഓക്കെ, നൗ കം ടു ദ അഡീഷൻ. നമ്മൾ പറഞ്ഞു 2 മെട്രിസസ് ആർ ഈക്വൽ എന്ന് പറഞ്ഞ പോലെ തന്നെ കറസ്പോണ്ടിങ് എലമെന്റ്സിനെ ആഡ് ചെയ്യുക. അങ്ങനെയാണ് ഒരു മെട്രിസസ്. A matrix A is of order m by n, then again B is of order m by n, then the sum A plus B is of the same order m by n, where the addition of the matrices A and B will become another matrix C, where Cij, each element of C matrix, that is Cij, will be equal to the corresponding elements Aij plus Bij. Okay, that is C is obtained by adding the corresponding elements of A and B. Is it clear? That is C. For example, this is a matrix, 2 rows and 3 columns. Similarly, B is another matrix with the same order. Then how can we add these two matrices? The corresponding A11 plus B11, then A12 plus B12, A13 plus B13. See, likewise we get the sum of the two matrices. Okay, is it clear? Okay ma'am. Okay, ഒരു ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ they should be of the same order. That is, matrices of different orders cannot be added. അല്ലേ, അത് നമുക്കറിയാം. കറസ്പോണ്ടിങ് എലമെന്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെയിം ഓർഡർ ആയിരിക്കണം, റൈറ്റ്? No. Now come to matrix addition is commutative. That is, A plus B equal to B plus A.
matrix addition is associative, that is A plus B plus C equal to A plus B plus C. Now, if A is a m by n matrix, then A plus 0 matrix equal to 0 plus A, which is equal to A. That is why it is called the additive identity, 0 matrix. A is an m by n matrix, then we can find m by n matrix B such that A plus B equal to B plus A equal to 0. That means B is the additive inverse or negative of the matrix A. Right? Usually elements in that usually numbers in the same property. Other numbers in the matrix are. Okay. Is it clear? That means A plus minus A equal to 0. 0 is an element type. The order 0 is a 0 matrix of the same order of A and minus A. And come to another definition. If A is of order m by n and B equal to m by n, two matrices, we define the difference A minus B to be an m by n matrix, which is equal to A plus minus B. Okay. B in the element minus 1 multiply the RDE. That's the meaning. We usually numbers the same way. Matrix. Is it clear? Clear. Okay. Now come to the scalar multiplication. That is A is an m by n matrix and K is any number. Any number. The scalar multiplication of Ka of the matrix A and the number K is called the matrix Ka. That is, see, this is a given matrix A. If K equal to 4, that is 4A equal to, each element should be multiplied by 4. Is it clear? Okay, ma'am. Okay. Now come to the properties. If two scalars are K1 plus K2, that is K1 plus K2, A is the matrix. K1 and K2 are the scalars. So it will be equal to K1 into A plus K2 into A. So similarly for K1 into K2A equal to K1 into K2 into A. That is A and B are any matrices, then K is any scalar. K into A plus B equal to K into matrix A plus K into matrix B. Now come to the multiplication of the two matrices. Let the matrix A equal to of order m by n and B another matrix B is of order R by S be any two matrices. We say that A and B are comparable for the product AB, the matrix, the product of AB denoted by AB. A and B. Okay. Where n equal to R. That is the number of columns of A is equal to number of rows of B. Okay. Upon number of columns of A, B in the number of clarity or definition in number of columns of the first matrix equal to the number of rows of the second matrix. Okay. A, B B and the matrix in matrix multiplication in the commutative. Hello. Okay. Now, matrix multiplication first matrix in A, B and matrix, A is the first matrix, B is the second matrix. But BA in the product of the matrices, B is the first matrix, A is the second one. Okay. So, first matrix in the number of columns should be equal to the number of rows of the second matrix. Then it is possible to identify the product of the matrices. Is it clear? Clear. Okay. Ini the product identify A is of order m by n and B is of order n by p. And the product AB is of order m by p.
Is it clear? Product AB യുടെ order എന്ന് പറയുന്നത് ഫസ്റ്റ് മെട്രിക്സിന്റെ റോയും സെക്കൻഡ് മെട്രിക്സിന്റെ കോളും ആയിരിക്കും. Is it clear? And the product Okay. AB is such that Cij equal to AI, അതായത് കറസ്പോണ്ടിങ് ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം അല്ലേ, അതാണ് ഫസ്റ്റ് മെട്രിക്സ്. Is it clear? Okay. Okay. See, here we have to consider this example. A is a matrix of order 2 rows and 3 columns are there. This is a 2 by 3 matrix. And this is a 3 by 2 matrix. Right? Now check whether find the obtained product AB എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും നമ്മൾ രണ്ട് മെട്രിക്സസിന് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. See, comparable for the product എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് we have to check whether the number of columns of the first matrix equal to the number of rows of the second matrix. Then the product will be possible, right? That is, first check if A is of order 2 by 3 and B is of order 3 by 2, therefore the product AB is defined. Otherwise, we cannot identify the product. Okay. And the AB യുടെ order എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 by 2 ആയിരിക്കും. Is it clear? Okay. Okay. ഇനി നമ്മൾ AB എങ്ങനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്? AB ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് ഏതാ? ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, പ്രോഡക്റ്റ് ഓഫ് ദി കറസ്പോണ്ടിങ് എലമെന്റ്സ്. ഓക്കെ. ദെൻ ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം, ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, അതായത് ഫസ്റ്റ് റോ ഓഫ് ദ ഫസ്റ്റ് മെട്രിക്സ് ഇൻറ്റു ഫസ്റ്റ് കോളം ഓഫ് ദ സെക്കൻഡ് മെട്രിക്സ്. ദെൻ സെക്കൻഡ് എലമെന്റ് എന്ന് പറയുന്നത് ഏതാ? ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം. ദെൻ അടുത്ത റോയിലോട്ട് വരുമ്പോൾ സെക്കൻഡ് റോ എന്ന് പറയുന്നത് സെക്കൻഡ് റോയിലെ എലമെന്റ്സ് ഐഡന്റിഫൈ ചെയ്യുക. സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, കറസ്പോണ്ടിങ് എലമെന്റ്സിനെ മൾട്ടിപ്ലൈ ചെയ്ത് സമ്മപ്പ് ചെയ്യുക. ദെൻ സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം, ദാറ്റ് ഈസ് ദ 2 matrix. ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം A12, ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം A11, ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം A12. സെക്കൻഡ് 21 എലമെന്റ് എന്ന് പറയുന്നത് സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം 21, സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം 22. Is it clear? Yes, ma'am. ഓക്കെ. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്ക്. ഈ രണ്ട് മെട്രിക്സ് തരാം, മെട്രിക്സ് എ ആൻഡ് ബി. അതിന്റെ പ്രോഡക്റ്റ് എന്നാണ്. പ്രോഡക്റ്റ് ഐഡന്റിഫൈ ചെയ്യുന്നതിന് മുമ്പ് ഇത് ചെക്ക് ചെയ്ത് നമ്മൾ പ്രോഡക്റ്റ് പോസിബിൾ ആണെന്നുള്ളത് നോക്കണം. ഓക്കെ, എന്നിട്ടേ പ്രോഡക്റ്റിലോട്ട് പോകാവുള്ളൂ. മെട്രിക്സ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കുന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഫസ്റ്റ് മെട്രിക്സിന്റെ റോ സെക്കൻഡ് മെട്രിക്സിന്റെ കോളം ആയിട്ട് ഈക്വൽ ആയിരിക്കണം, അങ്ങനെയാണോ? ഈക്വൽ അല്ല, നമ്മളത് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ പോവില്ലേ? ആ നമ്പർ ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണോന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മെട്രിക്സിന്റെ കോളം ഈക്വൽ ടു ദ ഫസ്റ്റ് മെട്രിക്സിന്റെ കോളം ആണോ റോ ആണോ? കോളം. ഇവിടെ കണ്ടോ, 2 by 3 മെട്രിക്സ് ആൻഡ് 3 by 2 മെട്രിക്സ്. ഓക്കെ. ഫസ്റ്റ് മെട്രിക്സിന്റെ കോളവും സെക്കൻഡ് മെട്രിക്സിന്റെ റോയും ഈക്വൽ ആയിരിക്കണം, അതിന്റെ നമ്പർ. ഓക്കെ, എങ്കിലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, പോസിബിൾ ആവത്തുള്ളൂ. ഓക്കെ. നോക്കിയേ നമ്മുടെ ഡെഫിനിഷൻ നോക്കിയേ. A is of order m by n, B is of order n by p. That means ഈ നമ്പർ ഓഫ് കോളംസും സെക്കൻഡിന്റെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആണ്. ഈ n നോക്കിയേ. ഓക്കെ. Then the resulting matrix is of order m by p ആയിരിക്കും. ഓക്കെ. ഓക്കെ, ചെയ്തു. ഇതൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം. ചെയ്തു.
മാം -264 339 അങ്ങനെയാണ് മാം വരുന്നത്. ഓക്കെ, കിട്ടിയോ? ആ കിട്ടി. ഓക്കെ, പോകാം. വാട്ട് അബൌട്ട് ജേക്കബ്? ജേക്കബ് ആണെന്ന് തോന്നുന്നു റെസ്പോണ്ട് ചെയ്യുന്ന ഒരാൾ. കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് നൗ കം ടു ദ പ്രോപ്പർട്ടീസ് ഓഫ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ നിങ്ങളിപ്പോ ചെയ്ത് വരുമ്പോൾ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് തോന്നുന്നില്ലേ? Yes, ma'am. അതെ. ഓക്കെ ഓക്കെ ഓക്കെ. എനിക്കിവിടെ കുറച്ച് ഇടിമിന്നലും മഴയൊക്കെ ഉണ്ട് കേട്ടോ പിള്ളേരെ, അതുകൊണ്ട് ഇവിടെയും മഴയാണ് മാം. ആണല്ലേ. നെറ്റ്വർക്കിന് എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാലും കുറച്ചുകൂടി വെയിറ്റ് ചെയ്യണം കേട്ടോ, ഉടനെ പോവല്ലേ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാലുവേ. ഓക്കെ, നൗ കം ടു ദ പ്രോപ്പർട്ടീസ് properties of the matrix multiplication. That is, if A is a m by n matrix, B is equal to n by P matrix, and C is another matrix P by Q are three matrices, then AB into matrix A, product of AB possible ആണ് നമുക്കറിയാം, into C. ABയുടെ ഓർഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും? M by P ആണ് അല്ലേ? Is it clear? Yes, ma'am. Which is equal to A into BC ആയിരിക്കും. Now distributive law, A into B plus C equal to AB plus AC ആയിരിക്കും. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. Then K is a scalar, A and B are the matrices. KA into B equal to A into KB equal to, അതായത് സ്കേലാർ നമ്മൾ എവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ പ്രോഡക്റ്റ്, മെട്രിക്സിന്റെ പ്രോഡക്റ്റിൻ്റെ അകത്ത് വ്യത്യാസമൊന്നും ഉണ്ടാവത്തില്ല. Okay, then A is a matrix, then the identity matrix IM into A equal to A into IN equal to A ആയിരിക്കും ഐഡന്റിറ്റി മെട്രിക്സ്. ഏത് കൂടെ പ്രീ മൾട്ടിപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ I എന്ന് പറയുന്നത് സ്ക്വയർ മെട്രിക്സ് ആണ്. A is not a square matrix. അപ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള I കൊണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ IM ആയിരിക്കണം, പ്രീ മൾട്ടിപ്ലൈ ചെയ്യുക, പോസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക IN ആയിരിക്കണം. ഓക്കെ. Okay, now we have another thing. See, A is a matrix of this one column matrix, B is a row matrix. Find AB and BA. That means AB and BA ഇവിടെ നമുക്ക് പോസിബിൾ ആണ്. കാരണം എന്തുകൊണ്ടാണ്? AB എന്ന് പറയുമ്പോൾ number of columns of A equal to number of rows of B, second matrix. They are equal ആണ് അല്ലേ? അതുകൊണ്ട് നമുക്ക് AB പോസിബിൾ ആണ്. Then BA വരുമ്പോഴോ first matrix is B. That is number of columns in B എന്ന് പറയുന്നത് 3, which is equal to the number of rows of the second matrix. Is it clear? So AB and BA are possible ആണ് നമുക്ക്. ഹലോ, is it clear? ഓക്കെ, അപ്പൊ നമ്മൾ എല്ലാ കേസിലും AB ഈക്വൽ ടു BA എന്ന് നമുക്ക് ഒരിക്കലും ജനറലി നമുക്ക് പറയാൻ പറ്റത്തില്ല. AB പോസിബിൾ ആയതുകൊണ്ട് BA പോസിബിൾ ആണെന്ന് പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലേ? Is it clear? ആൻഡ് AB ഈക്വൽ ടു BA എന്ന് നമുക്ക് ജനറലി പറയാൻ പറ്റത്തില്ല. ഓർഡർ തന്നെ ഡിഫറെന്റ് ആയിരിക്കും. അല്ലെങ്കിൽ രണ്ട് സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ ഈ പറഞ്ഞത് നടക്കും. ഒരു 2x2 മെട്രിക്സ് എയും ആൻഡ് ബി ഈസ് അനദർ 2x2 മെട്രിക്സ് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ രണ്ടും അതിന്റെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ പോസിബിൾ ആയിരിക്കും, ബട്ട് ദേ ആർ നോട്ട് ഈക്വൽ. അപ്പൊ മെട്രിക്സിന്റെ കാര്യത്തിൽ നമ്മുടെ സ്കേലാർ പോലെ അല്ല, നേരെ വ്യത്യാസമാണ്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ഇവിടെ നോക്കിയേ, എ ബിയുടെ വാല്യൂ നോക്കിയേ. എ ബി എന്ന് പറഞ്ഞപ്പോൾ ഒരു 3x3 മെട്രിക്സ് ആയി മാറി. ദെൻ വാട്ട് ഔട്ട് ബി എ? BA is a single matrix I, അല്ലേ? matrix of order 1. Okay. Now come to the exponent of a square matrix. That is, A is a square matrix, M is a positive integer. We define A power M equal to A എന്ന് പറയുന്ന മെട്രിക്സിനെ M ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ? Is it clear?
Hello? Clear ആണ് ma'am. Okay. Now, see a power exponent, a power m into a power n എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ a raised to m plus n ആണ്. And a power m raised to n, അല്ലേ? Which is equal to a power mn. Okay, is it clear? Hello? Hello? ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ? കേക്കാം. ഓക്കെ. മറ്റേയാൾ എന്ത് പറ്റി, പോയോ? ലക്ഷ്മി, one more is there. Who is that? അഭിജിത്ത് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. ഗുഡ്. He may have some problem. Audio, അല്ലേ? Okay, now come to, let us do another problem. Let A equal to, A is a matrix 2, 3, minus 1, 2, and fx, we are given another function fx. Fx is a function in x which is equal to x square minus 4x plus 7. Then show that f of A equal to 0. 0 means zero matrix. F of A equal to a zero matrix of order 2. Use this result, find A power 5. Question വായിച്ചു നോക്കിയ പിള്ളേരെ, എന്താ മനസ്സിലായെന്നുള്ളത്? എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്കൊരു 2x2 മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്. Then we are given a function f of x. Okay, this is a function in x. It's a quadratic function x square minus 4x plus 7. Show that f of a equal to 0 matrix എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇവിടെ ഈ തന്നിരിക്കുന്ന വേരിയബിൾ എക്സിനെ എ എന്ന് പറയുന്ന മെട്രിക്സ് കൊണ്ട് റീപ്ലേസ് ചെയ്യണം, അല്ലേ? Is it clear? ഹലോ? കേക്കാം. ക്ലിയർ അല്ലേ? മനസ്സിലായോ എന്താ പറഞ്ഞിരിക്കുന്നുള്ളത്? ഷോ ദാറ്റ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന എക്സിലുള്ള ഒരു ഫംഗ്ഷൻ നമുക്ക് തന്നിരിക്കുന്നത്, നമുക്കൊരു മെട്രിക്സ് എയും തന്നിട്ടുണ്ട്. ദെൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഷോ ദാറ്റ് എഫ് ഓഫ് എ ഈക്വൽ ടു എ സീറോ മെട്രിക്സ് എന്ന് ഷോ ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ ഈ തന്നിരിക്കുന്ന വേരിയബിളിനെ മെട്രിക്സ് കൊണ്ട് നമ്മൾ റീപ്ലേസ് ചെയ്യുക. സോ ഈ മെട്രിക്സ് എന്ന് പറയുന്നത് എന്താവും? റൈറ്റ് സൈഡ് എന്താകും? എഫ് ഓഫ് എ എന്ന് പറയുന്നത് എന്താവും? എഫ് ഓഫ് എ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് 4a പ്ലസ് 7 ഇൻറ്റു 7 എന്ന് പറയുന്ന ഒരു സ്കേലാറ്. നമ്മൾ അതിനെ മെട്രിക്സ് ഇക്വേഷനിലോട്ട് കൊണ്ടുവരുമ്പോഴോ 7 ഇൻറ്റു i ആക്കി മാറ്റണം നമ്മൾ. ഇവിടെ 2/2 മെട്രിക്സ് ആയതുകൊണ്ട് ഇറ്റ് വിൽ ബി i2, അല്ലേ? നമ്മളൊരു മെട്രിക്സ് ഇക്വേഷൻ എഴുതുമ്പോൾ അതിൻ്റെ അകത്ത് എല്ലാം മെട്രിക്സസ് ആയിരിക്കണം. അപ്പോൾ ഒരു സ്കേലാർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ അതിൻ്റെ ഐഡന്റിറ്റി മെട്രിക്സ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല വാല്യൂൻ്റെ അകത്ത്. Is it clear? ഹലോ, ക്ലിയർ ആയോ? ഹലോ, ക്ലിയർ ആയോ? Yes or no? Yes. Okay, that is, see, first we denote f of a equal to a square minus 4a plus 7i2. മനസ്സിലായോ? നമ്മുടെ ഇക്വേഷൻ മാറുന്ന കണ്ടോ? വേരിയബിളും ആ വേരിയബിളിന് പകരം നമ്മൾ മെട്രിക്സ് കൊണ്ട് നമ്മൾ റീപ്ലേസ് ചെയ്തപ്പോൾ 7 into i2 i. Then we have to show that this equation equal to zero matrix എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. Zero matrix of order 2/2. കാരണം നമുക്ക് a നമുക്കറിയാം 2/2 മെട്രിക്സ്. ദെൻ a സ്ക്വയർ വിൽ ബി 2/2 ആയിരിക്കും. മൈനസ് 4 into a എന്ന് പറയുന്ന മെട്രിക്സ് 2/2 ആയിരിക്കും. ദെൻ 7 into i2. ഓക്കെ, ദാറ്റ് വിൽ ബി 2/2 മെട്രിക്സ് ആയിരിക്കും. പക്ഷേ ഓൾ ദി എലമെന്റ് ഷുഡ് ബി 0 എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ദാറ്റ് ഈസ്, സി, therefore
Find the value of a square minus 4a plus 7i2. A square എന്ന് പറയുന്നത് ഏതാണ്? A into a. Right? Minus 4 into a plus 7 into i. That is, ഇത് മൾട്ടിപ്ലൈ ചെയ്യുക, മൈനസ് 4 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക, ദാറ്റ് മെട്രിക്സ് വരും, ദെൻ 7i2. ദെൻ ഈ ഇക്വേഷനെ സോൾവ് ചെയ്ത് ഒരു മെട്രിക്സ് 2x2 മെട്രിക്സിലോട്ട് കൊണ്ടുവരിക. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയോ? ഹലോ, ക്ലിയർ ആയി. ഓക്കെ. ഫസ്റ്റ് പാർട്ട് ഒന്ന് ചെയ്ത് അത് കഴിഞ്ഞ് നമുക്ക് സെക്കൻഡ് പാർട്ടിലോട്ട് വരാം. ഫസ്റ്റ് പാർട്ട് ഇത് ഈക്വൽ ടു എഫ് ഓഫ് എ ഈക്വൽ ടു 0 മെട്രിക്സ് എന്ന് പ്രൂവ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ എഫ് ഓഫ് എ ഒന്ന് ഐഡന്റിഫൈ ചെയ്തേ. ഇത് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതെല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യാൻ കൺഫ്യൂഷൻ ഉണ്ട്. ആദ്യം എ സ്ക്വയർ അങ്ങ് ഐഡന്റിഫൈ ചെയ്യുക, ദെൻ ഇക്വേഷൻ എഴുതി കൊണ്ടുവരിക. ഈ ഇക്വേഷൻ എഴുതിയിട്ട് ഫസ്റ്റ് ഐഡന്റിഫൈ എ സ്ക്വയർ, എ ഇൻറ്റു എ മൾട്ടിപ്ലൈ ചെയ്ത് എടുത്തതിന് ശേഷം ഈ ഇക്വേഷനിലോട്ട് കൊണ്ടുവന്ന് വെച്ചാൽ മതി. ഓക്കെ.
എന്തായി കിട്ടിയോ? ഹലോ? ഹലോ? കിട്ടിയോ പിള്ളേരെ? ജേക്കബ് ഓക്കെ, കിട്ടിയോ? ആൻസർ കിട്ടിയോ? എന്തായി പിള്ളേരെ? കിട്ടിയോ ആൻസർ? I2 കിട്ടിയോ? I02 കിട്ടിയോ? സീറോമെട്രിക്സ് കിട്ടിയോ? FA
കിട്ടിയോ? അഭിജിത്തിന് കിട്ടി. വാട്ട് അബൌട്ട് ജേക്കബ്? ജേക്കബ് കംപ്ലീറ്റ് ആയോ? കംപ്ലീറ്റ് ആയി. ഓക്കെ. അപ്പൊ നമുക്ക് സീറോ മെട്രിക്സ് കിട്ടി. ദാറ്റ് ഈസ് നമ്മുടെ ഫസ്റ്റ് പാർട്ട് ഈസ് ഓവർ. എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ അകത്ത് ചോദിച്ചിരുന്നത്? ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് let a given a matrix of order 2, we are given a function f of x, that is x square minus 4x plus, show that f of a equal to 0. Zero matrix നമുക്ക് കിട്ടി, isn't it? Now the second part is use this result to find a power 5. Okay, ഈ റിസൾട്ട് യൂസ് ചെയ്തിട്ട്, ദാറ്റ് ഈസ് ഈ റിസൾട്ട് എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ എ സ്ക്വയർ മൈനസ് അല്ലേ, അടുത്ത നമ്മുടെ മെട്രിക്സ് ഫോമിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ദിസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടി. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് we have to identify the value of a power 5. Isn't it? അതല്ലേ നമ്മളോട് ചോദിച്ചിരിക്കുന്നേ. Is it clear? ഹലോ ക്ലിയർ അല്ലേ? ഒന്നും കൂടി പറയാമോ? സി, നമുക്ക് ആദ്യത്തെ പാർട്ട് നമ്മുടെ കഴിഞ്ഞു. നമുക്കൊരു മെട്രിക്സ് തന്നു, ദെൻ ഒരു ഇക്വേഷൻ തന്നു, ദെൻ ഷോ ദാറ്റ് എഫ് ഓഫ് എ, അതായത് നമ്മൾ മെട്രിക്സിനെ അല്ല ഈ വേരിയബിളിനെ മെട്രിക്സ് കൊണ്ട് റീപ്ലേസ് ചെയ്ത് നമ്മൾ ഷോ ചെയ്തു ഫസ്റ്റ് പാർട്ട്. ഈസ് ഇറ്റ് ക്ലിയർ? ഇനി അടുത്ത സെക്കൻഡ് പാർട്ട് പറഞ്ഞിരിക്കുന്നത് എന്താന്ന് നോക്കിയാൽ യൂസ് ദിസ് റിസൾട്ട്. ഏത് റിസൾട്ടാ? ഈ റിസൾട്ട്. യൂസ് ദിസ് റിസൾട്ട് ടു ഫൈൻഡ് എ പവർ 5. അതായത് ആ റിസൾട്ട് എന്ന് പറയുന്നത് ഏതാ? ദിസ് റിസൾട്ട്. അതായത് ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് we have to find out the value of a power 5. a power 5 നമുക്കറിയാം, എ സ്ക്വയറിനെ വീണ്ടും എ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എ റൈസ് ടു 4 കിട്ടും. അതിനെ വീണ്ടും അല്ലേ, അതിനെ വീണ്ടും എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം എ റൈസ് ടു 5 കിട്ടുമെന്നറിയാം. പക്ഷെ അങ്ങനെയല്ല നമ്മളോട് ചോദിച്ചിരിക്കുന്നത് യൂസിങ് ദിസ്, അതായത് ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് എ റൈസ് ടു 5 കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഈസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കിക്കേ. സി, ഓക്കെ, ഇനി നമ്മളിത് 0 ആയി നമ്മൾ പ്രൂവ് ചെയ്ത് ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. സെക്കൻഡ് പാർട്ടിൽ വി നോ ദാറ്റ് എ സ്ക്വയർ മൈനസ് 4a മൈനസ് 7i ഈക്വൽ ടു 0 എന്ന് നമുക്കറിയാം. സോ ഫ്രം ദിസ് വി നോ ദാറ്റ് എ സ്ക്വയർ ഈക്വൽ ടു, ഇതിൽ നിന്ന് നമുക്ക് എ സ്ക്വയറിനെ എങ്ങനെ എഴുതാൻ പറ്റും? ദിസ് ഈസ് ഈക്വൽ ടു 0. ഒരു ഇക്വേഷൻ ആക്കി നമ്മൾ എഴുതും. ദിസ് ഈസ് 0 ഈസ് എ സീറോ മെട്രിക്സ് അല്ലേ. സോ we can write a square equal to, ഈ ഇക്വേഷൻ നമ്മൾ പ്രൂവ് ചെയ്തതാണ്, എ സ്ക്വയർ മൈനസ് 4a മൈനസ് 7i ഈക്വൽ ടു 0 എന്നുള്ളത് ഓൾറെഡി പ്രൂവ്ഡ് ആയി. ദെൻ എ സ്ക്വയർ ഈക്വൽ ടു, നമ്മൾ ഈ രണ്ടെണ്ണത്തിനെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ 4a പ്ലസ് ഇക്വേഷൻ എ സ്ക്വയർ മൈനസ് 4a പ്ലസ് 7i2 അല്ലേ. ഇത് പ്ലസ് ആ, പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഇടയ്ക്ക് കയറി വരും കേട്ടോ, അത് ശ്രദ്ധിച്ചോണം. പ്ലസ് 7i ഈക്വൽ ടു 0 എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്തത് ഓൾറെഡി. ഓക്കെ, ഇതിൽ നിന്ന് നമ്മൾ എ സ്ക്വയറിനെ എഴുതുക. എ സ്ക്വയർ ഈക്വൽ ടു റൈറ്റ് സൈഡിൽ ബാക്കി 4a മൈനസ് 7i2. ഇസ് ഇറ്റ് ക്ലിയർ? ഹലോ, ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? കോൾ ഇറ്റ് ആസ് ഇക്വേഷൻ 1. നമ്മൾ ഒരെണ്ണം പ്രൂവ് ചെയ്തില്ലേ, അതിനെ നമ്മൾ ഇക്വേഷൻ 1 എന്ന് കോൾ ചെയ്യുക. അതായത് എ സ്ക്വയർ മൈനസ് 4a പ്ലസ് 7i2 ഈക്വൽ ടു 0. ആ ഫ്രം ഇക്വേഷൻ 1ൽ നിന്ന് നമ്മൾ എ സ്ക്വയർ ഈക്വൽ ടു 4a മൈനസ് 7i2 നമുക്ക് എഴുതാൻ പറ്റും. ഈസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയോ? മനസ്സിലായി. ഓക്കെ, നൗ നമ്മൾ പറഞ്ഞു ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ എ റൈസ് ടു 5 നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? വി നോ ദാറ്റ് എ റൈസ് ടു 5 എന്ന് പറയുന്നതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് നമുക്കറിയാം എ ക്യൂബ് ഇൻറ്റു എ സ്ക്വയർ നമുക്ക് എഴുതാം അല്ലേ, റൈറ്റ്?
ഓക്കെ, ആ എ സ്ക്വയർ എന്ന് പറയുന്ന സി നമ്മുടെ ഒരു ഇക്വേഷൻ ഓൾറെഡി ഉണ്ട്. എ സ്ക്വയർ ഈക്വൽ ടു 4a മൈനസ് 7i2 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് എ ക്യൂവും കൂടി ഉണ്ട്. അത് രണ്ടും കൂടെ ആ രണ്ട് മെട്രിക്സിനെ തമ്മിൽ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. റൈറ്റ്? ഓക്കെ, സോ നൗ കം ടു എ ക്യൂബ്. എ ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്? എ സ്ക്വയർ ഇൻറ്റു എ അല്ലേ? ഈസ് ഇറ്റ് ക്ലിയർ? then what about our a square? And ഈ ഇക്വേഷനെ വേണേ ഇക്വേഷൻ 2 എന്ന് കോൾ ചെയ്തോ കേട്ടോ. ഫ്രം 2 a സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 4a മൈനസ് 7i2 അല്ലേ? ദിസ് ഈസ് a സ്ക്വയർ. 4a മൈനസ് 7i2 ഇൻറ്റു a. ഈസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയോ? ഓക്കെ, ഇനി ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക. ദാറ്റ് ഈസ് 4a സ്ക്വയർ a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4a സ്ക്വയർ മൈനസ് 7i2 ഇൻറ്റു a. ഓക്കെ, ഈസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ഇനി ഈ എ സ്ക്വയറിനെ വീണ്ടും നമ്മൾ റീപ്ലേസ് ചെയ്യും. എന്ന് വെച്ചാൽ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇതെല്ലാം ലീനിയർ ഇക്വേഷൻസാ. അപ്പം നമുക്ക് ഏറ്റവും സിമ്പിൾ ഫോമിലോട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കാൽക്കുലേഷൻ എളുപ്പമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനെ വീണ്ടും ലീനിയർ ഫോമിലോട്ട് എഴുതുക. ഈ 4a സ്ക്വയറിന്റെ അകത്ത് 4 ഇൻറ്റു എ സ്ക്വയറിനെ 4a മൈനസ് 7i2. ഇസ് ഇറ്റ് ക്ലിയർ? മൈനസ് സെക്കൻഡ് പാർട്ട് 7 ഇൻറ്റു i2 ഇൻറ്റു എ. ഐ എന്ന് പറയുന്ന ഐഡന്റിറ്റി മെട്രിക്സാ അല്ലേ? അപ്പൊ ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 കൊണ്ട് നമ്മളിപ്പോൾ 7 ഇൻറ്റു 1 എന്ന് എഴുതുന്ന അതേ 7 ഇൻറ്റു 1 ഈക്വൽ ടു 7 നമ്മൾ എഴുതുന്ന അതേ ലാഘവത്തോടു കൂടിയാണ് മെട്രിക്സ് ഇൻറ്റു i2. എ ഇൻറ്റു i2 എന്ന് പറഞ്ഞാൽ എ തന്നെയായിരിക്കും. That is why we write it as minus 7a. Is it clear? Okay. ഇനി നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുക. ദാറ്റ് ഈസ് ഇതെന്താവും? 4 ഇൻറ്റു 4 16a. ഈ ഇക്വേഷൻ 16a മൈനസ് 4 ഇൻറ്റു 7i2. What is that? 28i2 minus 7a. Isn't it? Okay. Is it clear? So 16a minus 7a. What is that? 9a minus 27i2. നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എഴുതിയതാ. Is it clear? Okay. Now come to equation a. നമ്മളപ്പോൾ a സ്ക്വയർ നമുക്കൊരു ലീനിയർ ഇക്വേഷൻ ആയിട്ട് നമ്മുടെ കയ്യിലുണ്ട്. സി എ ക്യൂബിനെ നമ്മൾ ലീനിയർ ആക്കി കൊണ്ടുവന്നു. ഓക്കെ, call it as equation 3. ഇനി എ ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്? എ സ്ക്വയർ ഇൻറ്റു എ ക്യൂബ് അല്ലേ? എ സ്ക്വയർ നമുക്കറിയാം ഇക്വേഷൻ 2-ൽ നിന്ന് എ സ്ക്വയർ ഈക്വൽ ടു 4a മൈനസ് 7i2. ദെൻ ഇക്വേഷൻ 3-ൽ നിന്ന് എ ക്യൂബ് ഈക്വൽ ടു 9a മൈനസ് 28i2. ഓക്കെ, ഈസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ഇനി നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക. എക്സ്പാൻഡ് ചെയ്തപ്പോൾ എത്ര കിട്ടിയെന്ന് നോക്കിയേ. 4a കൊണ്ട് ഇത് രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്യുക, മൈനസ് 7i2 കൊണ്ട് രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്യുക. റൈറ്റ്? സോ 4a ഇൻറ്റു 9a എന്ത് വരും? 36a സ്ക്വയർ. ഓക്കെ ഓക്കെ, then 4a into 28i2. എത്ര വരും? 4a into minus 28i2 എത്ര വരും? മൈനസ് 112ai2. ഇത് നമുക്ക് കിട്ടി അല്ലേ? ഓക്കെ, ഇനി അടുത്തത് മൈനസ് 7i2. അത് ആ ഓർഡർ ചെയ്യണമെന്നില്ല, ഇവരെ ചെയ്ത ഓർഡറിനകത്ത് വ്യത്യാസം വന്നു, അതുകൊണ്ടാണ് ഇത് മൂന്നാമതായി വന്നത്.
ഇനി അടുത്ത -7i2 കൊണ്ട് യൂഷ്വലി നമ്മൾ ചെയ്യുന്ന അങ്ങനെയാണ്. ഫസ്റ്റ് എലമെന്റ് എടുത്ത് ബ്രാക്കറ്റിലെ ബാക്കി രണ്ട് ചെയ്യും, സെക്കൻഡ് എലമെന്റ് എടുത്ത് ബാക്കി എലമെന്റ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ യൂഷ്വലി സ്കൂളുകളിലൊക്കെ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞു എന്നുള്ളൂ. എനി ഓർഡർ യു ക്യാൻ ഡു. നമുക്ക് ആൻസറിൽ എത്തണമെന്ന് മാത്രമേ. ഇനി -7i2 into 9a, ദാറ്റ് ഈസ് -63i2. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സൈൻ ഒക്കെ മാറി പോകാതെ മൾട്ടിപ്ലൈ ചെയ്ത് പറഞ്ഞു, അല്ലെ നമ്മുടെ വാല്യൂ തെറ്റിപ്പോ. ഓക്കെ, then -7i2 into -28i2. -7 into -28, 196i2 into i2. അതായത് 1 into 1 നമ്മൾ എഴുതുന്ന പോലെ തന്നെ ഉള്ളൂ. That is 196i2 എന്ന് വരും. Is it clear? Okay. ഇനി നമ്മൾ വീണ്ടും എന്ത് ചെയ്യും? ഇവിടെ ഒരു a സ്ക്വയർ വീണ്ടും കിടപ്പുണ്ട്. അതായത് നമ്മുടെ ലീനിയർ ഫോമിലോട്ട് കൊണ്ടുവരിക എന്നുള്ള നമ്മുടെ ഉദ്ദേശം. അപ്പൊ നമുക്ക് എളുപ്പമുണ്ട്. ഇവിടെ വീണ്ടും നമുക്കറിയാം ഒരു 36a സ്ക്വയർ കിടപ്പുണ്ട്. ആ a സ്ക്വയറിനെ വീണ്ടും ഈ ഇക്വേഷൻ കൊണ്ട് റീപ്ലേസ് ചെയ്യുക. 4a - 7i2. That is 36 into 4a - 7i2. Okay. ഇനി ഇത് -63 into 1 into a എന്ന് എഴുതുന്ന പോലെ തന്നെയാണ് i2 വരുമ്പോഴത്തേക്കിനും. ഇനി നമ്മൾ മെട്രിക്സിനെ i2 into a എന്ന് പറയുമ്പോൾ a തന്നെയാണ്. -63a. Similarly, -112a into i2 -112a plus 196 into i2. Is it clear? See, ഇനി ഇതിനെ എക്സ്പാൻഡ് ചെയ്തു. 36 into 4a എന്ന് പറയുന്ന 144a. Okay. Then 36 into -7i2 equal to -252i2. Okay. ഇത് നിങ്ങൾ ഒരു കാര്യം ചെയ്തോളൂ കേട്ടോ. ഈ ന്യൂമറിക്കൽ കാൽക്കുലേഷനകത്ത് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാണ്ട് നിങ്ങൾക്ക് സ്പീഡ് ചെയ്യാൻ നിങ്ങൾക്ക് യു ക്യാൻ യൂസ് കാൽക്കുലേറ്റർ. എക്സാമിന് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. അപ്പൊ എക്സാമിന് ഏത് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റുമോ ആ കാൽക്കുലേറ്ററുമായിട്ടേ നമ്മൾ പ്രോബ്ലം ചെയ്യാവുള്ളൂ. അതായത് എനിക്ക് തോന്നുന്നത് എന്താ നോർമൽ മാത്രം അല്ലേ, സയന്റിഫിക് പറ്റത്തില്ല. സയന്റിഫിക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എക്സാമിനേഷൻ കൂടെ ചെയ്താൽ നിങ്ങൾ അത് മുഴുവൻ അതിൻ്റെ അകത്ത് മെമ്മറി ഇല്ലേ, അതിനകത്ത് മുഴുവൻ നിങ്ങൾ സ്റ്റോർ ചെയ്ത് കൊണ്ടുപോകത്തില്ലേ, ഇഷ്യൂ ആവത്തില്ലേ അല്ലേ? 85 കുഴപ്പമില്ല. ഏതാ 85 കുഴപ്പമില്ല. 85 MS-ന്റെ. അത് എനിക്ക് അറിയത്തില്ല. പക്ഷെ നിങ്ങൾ സെന്ററിൽ ചോദിക്കണം. അതൊക്കെ ആ എക്സാമിന് വരുന്ന ഇൻസ്ട്രക്ഷൻസ് അവർക്കേ അറിയത്തുള്ളൂ, എനിക്ക് അറിയത്തില്ല. ഏത് കാൽക്കുലേറ്റർ ആണോ യൂസ് ചെയ്യാൻ പറയുന്നത് ആ കാൽക്കുലേറ്റർ വാങ്ങുക. കാരണം നമുക്ക് മുന്നോട്ടും വേണം കാൽക്കുലേറ്റർ കേട്ടോ. അപ്പൊ അവിടെ എക്സാം ഹോളിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കാൽക്കുലേറ്റർ യൂസ് ചെയ്യാവുള്ളൂ. അപ്പൊ ആ ന്യൂമറിക് കാൽക്കുലേഷൻസ് ഒക്കെ തെറ്റാ നമുക്ക് സ്പീഡ് ചെയ്ത് കൊണ്ടുപോകാം. ഓക്കെ, അപ്പൊ ഇത് മൈനസ് ഇനി എന്താ ഇത് 252i2. ഇനി -63 - 112 which is equal to -175a. Okay. Then this is equal to 196i2. ഇനി കമ്പൈൻ ചെയ്യുക. 144a - 175a which is equal to -31a. Okay. ഇനി -252i2 plus 192i2 which is equal to -56i2. Okay. So now see, നമ്മൾ ആ തന്ന A5നെ നമ്മൾ ഒരു ലീനിയർ ഇക്വേഷൻ ആയിട്ട് നമ്മൾ എഴുതി. യൂസിങ് ദാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യൂസ് ചെയ്ത് തന്നെ നമ്മൾ എഴുതാം. ഡയറക്ട്ലി പോയി A5 ചെയ്യരുത്, ഒരു മാർക്ക് പോലും കിട്ടത്തില്ല. നമ്മളോട് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ യൂസിങ് ദാറ്റ് കണ്ടോ, യൂസ് ദിസ് റിസൾട്ട് ടു ഫൈൻഡ് A5 എന്ന് പറഞ്ഞാൽ ആ റിസൾട്ട് യൂസ് ചെയ്ത് തന്നെ നമ്മൾ A5 കണ്ടുപിടിക്കണം. Okay. See, now this is a linear equation. So -31 into, we know that A is given to us. What is that A? 2, 3 - 1, 2. 2, 3 - 1, 2 -56 into I2. Okay. Now complete it.